സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്ലൗസിൻ്റെ പലർക്കും ഉണ്ടാകുന്ന സംശയത്തെക്കുറിച്ച് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങളുടെ വീഡിയോ ആണ് ചെയ്തത്. അതിനകത്ത് തന്നെ ഫ്രണ്ടിൻ്റെ സംശയങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ്. ഇന്ന് ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഷോൾഡറും ആം ഹോളും ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അനേക ആൾക്കാർക്കും ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വളരെ ആം ഹോളിൻ്റെ ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതെന്താണെന്ന് ഞാനിങ്ങനെ പറയാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരും. അത് സാധാരണ എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പല വീഡിയോകളും ഞാനും ചെയ്തിട്ടുണ്ട്, വേറെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിലെ കഴുത്തിങ്ങനെ കൂടുതൽ ഇറങ്ങും തോറും ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു വരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ വീതി കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇതിപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഷോൾഡർ 14 ഇഞ്ചാണെന്ന് വയ്ക്കുക. 14 ഇഞ്ചാണെങ്കിൽ നമ്മളതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ 14 ഇഞ്ച് നമ്മൾ നേർ പകുതി 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആം ഹോളിനുള്ള ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ആം ഹോൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ നമുക്ക് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഞാൻ മെത്തേഡ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഇതിൻ്റെ കറക്റ്റ് അളവൊന്നുമല്ല. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആം ഹോൾ വരച്ചു. അപ്പോൾ ആം ഹോൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ ലൈനാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ ലൈൻ നമ്മളിങ്ങനെ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ചെസ്റ്റിൻ്റെ ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ 1/2 ഇഞ്ച് മാറ്റി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കും. ഇങ്ങനെ 1/2 ഇഞ്ച് മാറ്റി വരച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ കണ്ട് അത് ഞാനിങ്ങനെ പറയാം. ഇതിപ്പോൾ സെൻറ്റർ കണ്ടു. ആ സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ഇവിടെ ആം ഹോൾ കർവ് വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അനേകരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാണെന്നറിയോ? ഈ ആം ഹോളിന് ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റുന്ന ഒരു രീതി എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും 1/2 ഇഞ്ച് മാറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്ലൗസിനും നമ്മൾ 1/2 ഇഞ്ചല്ല മാറ്റണം. എല്ലാം സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷോൾഡർ എത്ര കുറഞ്ഞാലും നമ്മൾ 1/2 ഇഞ്ച് മാറ്റും. ഷോൾഡർ ഫുള്ളായിട്ടിരുന്നാലും നമ്മൾ 1/2 ഇഞ്ച് മാറ്റും. അങ്ങനെ മാറ്റി ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഷോൾഡർ ഫുള്ളാണ്. 14 ഇഞ്ച് ഷോൾഡറാണ്, അതിൻ്റെ ഫുള്ളാണ്. ഫുൾ ഷോൾഡറിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എത്രയാണെന്നറിയോ? ഈ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് മാറ്റേണ്ടത് എത്രയാണെന്നറിയോ? 1 ഇഞ്ച് മാറ്റണം. നമ്മൾ ഇവിടെ നിന്ന് കൂടെ നമ്മൾ 1 ഇഞ്ച് മാറ്റണം. അങ്ങനെ 1 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഷേപ്പ് വെക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഇഞ്ച് മാറ്റണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഷോൾഡറാണ്. അതായത് ഫുൾ ഷോൾഡർ ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഷേപ്പ് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് ഷേപ്പ് കൊടുക്കുമ്പോഴല്ലോ ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റിയാലും നമുക്ക് അവിടെ നിന്ന് മാറി കിട്ടുന്നത് എത്രയാണെന്നറിയോ? ഞാൻ വരച്ച് കാണിക്കാം. കണ്ടോ, ഇവിടെ ഈ ലൈനിൽ നമുക്ക് ആകെ മാറി കിട്ടുന്നത് 1/2 ഇഞ്ചേ ഉള്ളൂ. 1/2 ഇഞ്ചേ മാറി കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളിവിടെ മാറ്റി വരയ്ക്കുമ്പോൾ 1 ഇഞ്ച് മാറ്റി വരയ്ക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഈ സെൻറ്ററിൽ കിട്ടുന്നത്, ഈ ഷേപ്പ് കിട്ടുന്നത് നമുക്ക് 1/2 ഇഞ്ച് കിട്ടത്തുള്ളൂ. അതേസമയം നമ്മളിവിടെ 1/2 ഇഞ്ചാണ് മാറ്റി വരയ്ക്കുന്നതെങ്കിൽ
നമ്മളിവിടെ വയ്ക്കുമ്പോൾ നമുക്കുണ്ടല്ലോ 4 ഇഞ്ചേ കിട്ടത്തുള്ളൂ. 4 ഇഞ്ച് പോയിൻ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതായത് ഫുൾ ഷോൾഡർ വരുമ്പോൾ ആം ഹോളിന് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഈ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങോട്ട് 1 ഇഞ്ച് മാറ്റണം. അതാണ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം. ഫുൾ ഷോൾഡർ ആണെങ്കിൽ 1 ഇഞ്ച് മാറ്റണം. ഇനി നേരെ മറിച്ച് ഈ 14 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ച്, അല്ലെങ്കിൽ 2 ഇഞ്ച് കുറച്ച്, 14ൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 12 ഇഞ്ച്. അപ്പോൾ 12 ഇഞ്ച് നമുക്ക് 1.5 ഇഞ്ച് കുറയ്ക്കാം. 14ൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12.5 ഇഞ്ചിൻ്റെ പകുതി 6.25 ഇഞ്ച്. 6.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 6.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മളതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കാം. കണ്ടോ? ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ എത്രയാണെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യുന്നത് 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുള്ളൂ. 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് സെൻറ്ററിൽ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു. ഷേപ്പ് കൊടുക്കുന്നു, കണ്ടോ? അപ്പോൾ ഇവിടെ വന്നേക്കണ വ്യത്യാസം കണ്ടോ? ഇവിടെ 4 ഇഞ്ചാണ് നമുക്ക് ഷേപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഷോൾഡർ ഇവിടെ നമ്മൾ വീതി കുറയുന്നതനുസരിച്ച് നമ്മൾ ഈ ഷേപ്പിന് വേണ്ടിയിട്ട് ഈ മാർക്ക് ചെയ്യുന്നതും നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഇപ്പോൾ ഒരു 12 ഇഞ്ച് 2 ഇഞ്ച് കുറച്ചു, 14ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചു എന്നിരിക്കട്ടെ. 12ൽ നിന്ന് 2 ഇഞ്ച് 14ൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 12 ഇഞ്ചിന് നമ്മൾ കൊടുക്കും. അപ്പോൾ 12 ഇഞ്ചിന് നമ്മൾ നേരെ വരയ്ക്കുമ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചെന്നറിയോ? 1/2 ഇഞ്ച് കൂടി ഇങ്ങോട്ട് മാറി, കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ നമ്മൾ 4 ഇഞ്ച് പോയിൻ്റ് മാറ്റി വരയ്ക്കാവുള്ളൂ. 4 ഇഞ്ച് പോയിൻ്റ് മാറ്റി വരച്ചിട്ട് നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കാം, കണ്ടോ? അപ്പോൾ അന്നേരം എന്തൊരു ഷേപ്പ് വരുന്നുണ്ട് ഉണ്ടോ? അതിൻ്റെ സെൻറ്റർ വരയ്ക്കുമ്പോൾ നമുക്ക് ഷേപ്പ് എന്തോരം വരുന്നുണ്ട്? ഒരു 4 ഇഞ്ച് കഷ്ടിയേ വരുന്നുള്ളൂ, കണ്ടോ? 4 ഇഞ്ച് കഷ്ടിയേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ ബ്ലൗസ് ഇടുമ്പോൾ തന്നെ ഈ ഷോൾഡർ ഈ നമ്മുടെ ഓരത്തിൻ്റെ എൻഡിൽ വന്ന് നിൽക്കും. പിന്നീട് നമ്മൾ ഷോൾഡർ കുറയ്ക്കുന്നതനുസരിച്ച് ഈ ഇട്ട് വരുമ്പോൾ ഇതിങ്ങനെ വൈഡായിപ്പോയി വിടുന്നു വരും. ഫുൾ ഷോൾഡർ ആണെങ്കിൽ വിടുന്നു വരില്ല, അത് ഫുള്ളായിട്ട് എൻഡിൽ വന്ന് നിൽക്കും. ഓരോ ഇഞ്ച് കുറയും തോറും ഈ ഷോൾഡർ ഇങ്ങനെ ഇടുമ്പോൾ വിടുന്ന് നമ്മുടെ ഈ ഓരത്തിൻ്റെ എൻഡിൽ വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ മാറി മാറി വരും, കണ്ടോ? ഇങ്ങനെ മാറി മാറി വരും. ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഷേപ്പിന് ഇവിടുന്ന് വ്യത്യാസം വരുത്തുന്നത്. ഉണ്ടോ? ഇവിടുത്തെ കഴുത്ത് ഇങ്ങനെ അകന്നിങ്ങനെ മാറി മാറി ഇങ്ങനെ വരും. അപ്പോൾ ഈ എൻഡിലേക്ക് വരും. അപ്പോൾ ആ ബ്ലൗസിൻ്റെ ആം ഹോളിൻ്റെ ഷേപ്പ് വ്യത്യാസം വന്നേക്കണുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ വീതി കുറയുന്നതനുസരിച്ച് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ മാറ്റി വരയ്ക്കുന്ന ആ അളവിനും വ്യത്യാസമുണ്ട്. ഫുൾ ഷോൾഡർ ആണെങ്കിൽ 1 ഇഞ്ച് മാറ്റി വരയ്ക്കണം. 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമ്മൾ 3/4 ഇഞ്ച് മാറ്റി വരയ്ക്കാം, അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാറ്റി വരയ്ക്കാം. പിന്നീട് വീണ്ടും കുറയുവാണെങ്കിൽ നമ്മൾ 4 ഇഞ്ചും പോയിൻറ്റ് മാറ്റി വരയ്ക്കാം. അങ്ങനെ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ വീതി കുറയുന്നതനുസരിച്ച് നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് നീക്കുന്ന ആ അളവിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ 1 ഇഞ്ച്, 3/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 4 ഇഞ്ച് അങ്ങനെ ഷേപ്പ് വ്യത്യാസം വരും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റും. ഏത് ബ്ലൗസിനും ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റും, അല്ലെങ്കിൽ 4 ഇഞ്ച് മാറ്റും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഫുൾ ഷോൾഡർ ആണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് മാറ്റണം. അത് 1 ഇഞ്ച് കുറവാണെങ്കിൽ നമ്മൾ 3/4 ഇഞ്ച് മാറ്റണം. 2 ഇഞ്ച് കുറവാണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് മാറ്റണം. 2.5 ഇഞ്ചോ അതിൽ കൂടുതലൊക്കെയാണ് കുറയുന്നതെങ്കിൽ നമ്മൾ 4 ഇഞ്ച് മാറ്റിയാൽ മതി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ അകന്നകന്ന് വരും. അപ്പോൾ റിഗാളിൻ്റെ ഷേപ്പ് ദേ ഇങ്ങനെ വരും, കണ്ടോ? ഇങ്ങനെ റിഗാളിൻ്റെ ഷേപ്പ് മാറി മാറി വരും, കണ്ടോ? കഴുത്ത് അകലുന്നതനുസരിച്ച് ഷേപ്പ് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് അതങ്ങനെ. ഈ കാര്യം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടെ ഈ ആം ഹോളിൻ്റെ ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്.
ഇനി മറ്റൊരു കാര്യം ഞാൻ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചല്ലോ. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആം ഹോള് ഇങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ കാണും. ഇതിപ്പോൾ 5.5 ഇഞ്ചുണ്ട്, 5.5 ഇഞ്ചിൻ്റെ സെൻറ്റർ 2.25 ഇഞ്ച്. 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ആം ഹോൾ കർവ് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ആം ഹോൾ കർവ് വെച്ചിട്ട് ചിലരിങ്ങനെ നേരെ വെച്ചാണ് വരയ്ക്കണത്. പക്ഷേ നമ്മൾ നേരെ വെച്ച് വരയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ച് മാറ്റി വെച്ച് ഇവിടെ താഴെ മുട്ടിച്ച് ഇങ്ങനെയാണ് നമ്മൾ ബാക്കി ആം ഹോൾ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ബാക്കി ആം ഹോൾ നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബാക്കി ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ചോ 3/4, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷോൾഡറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നമ്മൾ മാറ്റി വരയ്ക്കും. ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് മാറ്റി വരയ്ക്കാം. 3/4 ഇഞ്ച് മാറ്റി വരച്ചിട്ട് ഞാനിങ്ങനെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇതിനും നമ്മൾ സെൻറ്റർ കാണുക, 2.25 ഇഞ്ച് ഇവിടെയും സെൻറ്റർ കണ്ടിട്ടാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് നമ്മൾ അവിടെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് 1/2 ഇഞ്ച് മാറ്റി വെച്ചു, ഇവിടെ താഴെ മുട്ടിച്ച് വെച്ചു, ഇവിടെയും വെച്ചു. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ വരയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തയ്യൽ തുമ്പോട് കൂടെയാണ് നമ്മളിവിടെ അതിൻ്റെ സെൻറ്റർ കാണുന്നത് കേട്ടോ. സെൻറ്റർ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമല്ലോ, ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ താഴെയിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ സെൻറ്ററിൻ്റെ ഇത് എത്രയായിരുന്നു അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും നമ്മൾ താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഷേപ്പ് വരത്തക്ക നമ്മൾ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ സ്കെയിൽ വയ്ക്കുക. ഈ തയ്യൽ തുമ്പിൻ്റെ അത്രയും കൂടെ നമ്മൾ താഴേട്ട് ഇറക്കിയിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഇവിടത്തേക്കാൾ ഇവിടെ ഷേപ്പ് ഇറങ്ങി വരും. കാരണം ഇവിടെ തയ്യൽ തുമ്പ് പോവും. തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആ സെൻറ്ററിൽ നിന്ന് തയ്യൽ തുമ്പോളം താഴെ നമ്മൾ ഇറക്കിയിട്ട് വേണം നമ്മൾ ഷേപ്പ് കൊടുക്കാനായിട്ട്. അങ്ങനെ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നമുക്ക് ഫുള്ളായിട്ട് നമ്മളൊക്കെ പെർഫെക്റ്റായിട്ട് നിൽക്കും. അല്പം പോലും പിടുത്തോ ചുളുക്കോ ഒന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഈ ഫുൾ ഷോൾഡർ അല്ലാതെ ഇങ്ങോട്ട് നീർന്ന് വരില്ലേ, ഷോൾഡർ ഇങ്ങനെ കുറഞ്ഞു വരുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഈ നേർ പകുതി കണ്ടിട്ട് അവിടെ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുന്നതിനേക്കാൾ ആം ഹോളിന് കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ടിരിക്കാനായിട്ട് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ അത്രയും കൂടി താഴേട്ട് ഇറക്കുക. സെൻറ്ററിൽ നിന്ന് തയ്യൽ തുമ്പിൻ്റെ അത്രയും കൂടി താഴേട്ട് ഇറക്കിയിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി, അതായത് സെൻറ്ററിൻ്റെ താഴെ തയ്യൽ തുമ്പിൻ്റെ അത്രയും കൂടി സെൻറ്ററിൽ നിന്ന് താഴേട്ട് ഇറക്കുക. എന്നിട്ട് അവിടെ സ്കെയിൽ മുട്ടിച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, ഈ കോർണറിൽ നിന്ന് ഏകദേശം 1 ഇഞ്ചോളം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഷോൾഡറിന് ഷേപ്പ് ഉള്ളതാണെങ്കിൽ, സ്ലോപ്പ് ഉള്ളതാണെങ്കിൽ ആ സ്ലോപ്പ് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് തയ്യൽ തുമ്പും കൂടെ കഴിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സ്ലോപ്പ് ഉള്ളതാണെങ്കിൽ സ്ലോപ്പ് കഴിഞ്ഞ് തയ്യൽ തുമ്പ് കഴിയണം, അതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഷേപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ച കാര്യം. അതായത് ഫുൾ ഷോൾഡർ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാറ്റേണ്ടത് എത്രയാണെന്ന് ആ രീതി, ഷോൾഡർ കുറയുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റേണ്ട രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ ഷേപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആം ഹോളിൻ്റെ ആ ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് ചുളുക്കമില്ലാതെ നല്ല വടിവൊത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ പല സംശയങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ടക്ക് എന്തോ ഒരു ഇറക്കണം, ടക്ക് പോയിൻ്റ് എന്തോരുണ്ട്, ടക്ക് പോയിൻറ്റിൽ നിന്ന് ടക്ക് എന്തോരം ഇറങ്ങണം, ടക്ക് ഇവിടെ നിന്ന് അകലെ എന്തോരം വേണം, അതുപോലെ തന്നെ കട്ടിംഗ് പടിക്ക് വീതി നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വീതി കുറഞ്ഞാൽ കൂട്ടുന്നത് എങ്ങനെയാണ്,
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല, അതിന് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ആ സംശയങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അവസരം പോലെ ഞാനത് കമൻറ്റിന് മറുപടി തരികയും അവസരം പോലെ വീഡിയോ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഒരാളെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യണമെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ബ്ലൗസ് കട്ട് ചെയ്യുന്നതും കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലൗസുകളുണ്ട്. അപ്പോൾ ഓരോ ബ്ലൗസിനും അളവ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് തന്നെ 30 ഇഞ്ച്, 32 ഇഞ്ച്, 36 ഇഞ്ച്, 38 ഇഞ്ച്, 40 ഇഞ്ച്, 50 ഇഞ്ച്, ഇങ്ങനെ ഓരോ മെഷർമെൻറ്റിലും നമ്മൾ കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ മെത്തേഡിൽ എല്ലാ മെഷർമെൻറ്റും ചെയ്യാൻ തക്കവണ്ണം കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുന്നതായിട്ട് പിന്നീട് കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ 3 ടക്ക് ബ്ലൗസ്, 4 ടക്ക് ബ്ലൗസ്, 2 ടക്ക് ബ്ലൗസ്, 1 ടക്ക് ബ്ലൗസ്, ഇങ്ങനെ പല ടൈപ്പിൽ ബ്ലൗസുണ്ട്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തങ്ങളായ കട്ടിങ്ങുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് കാണിക്കാമോ എന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം താമസിക്കാതെ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.